കള്ളനായ മാത്തപ്പൻ അവസാനമായി വിഗ്രഹമോഷണം നടത്തി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോഴായിരുന്നു അച്ഛൻ വാങ്ങിയ കടം തിരിച്ചടയ്ക്കാനാകാതായപ്പോൾ വലിയൊരു പ്രമാണിക്ക് മുന്നിൽ തന്റെ ശരീരം വിൽക്കുവാനായി തീരുമാനിച്ച പ്രിയയെ കാണുന്നത്. അവൾ കാട്ടിലൊരു അമ്പലമുണ്ടെന്നും അവിടെ ഒരു വിഗ്രഹമുണ്ട്, അത് മോഷ്ടിക്കുവാനായും അവനോട് പറഞ്ഞു. അതവൾ സ്ഥിരം പൂജ ചെയ്യുന്ന ദേവിയായിരുന്നു. മോഷണം നടത്തിയവരാരും തിരികെ വന്നിട്ടില്ല. എന്നാൽ മാത്തപ്പൻ അതിന് തയ്യാറായി. ജീവൻ നഷ്ടപ്പെടുമെന്നായി ഒടുവിൽ ദേവി അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അവനൊപ്പം കൂടുകയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന ഒരു പള്ളിയാണ് കാണിക്കുന്നത്. അതിനുശേഷം ആ നാട്ടിലെ ഒരു അമ്പലത്തിന്റെ പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായി പിരിവൊക്കെ കഴിഞ്ഞെത്തുകയാണ് മാഷും കൂട്ടരും. മാഷിനോടവർ മാത്തപ്പന്റെ കാര്യമോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് അതിന് മറുപടി നൽകില്ല. അതിനുശേഷം മാത്തപ്പനെ കാണിക്കുന്നു. ഈ മാത്തപ്പൻ ഒരു കള്ളനാണ്. ചന്തയിലെത്തി ചിക്കനൊക്കെ വാങ്ങി വീട്ടിലെത്തി ആഹാരവും കഴിച്ച മാത്തപ്പനാണെങ്കിലോ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതുകയാണ്.